അസ്സലാമലൈക്കും. ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപരനായ രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മെഹമ്മൂദ് അഫന്തി ആയിരുന്നു രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കുമായി വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദര മകളുണ്ടായിരുന്നു, പേര് സൂറ. മെഹമ്മൂദ് അഫന്തിയുമായി സൂറയുടെ വിവാഹം ഉറപ്പിച്ചു വയ്ക്കുകയാണ്. ഒരു ദിവസം നായാടിനെ മുഹമ്മദ് അഫന്തി ഇദ്ദേഹത്തിൻ്റെ വെച്ച് കൊട്ടാരം മട്ടുപായുള്ള ആത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മുഹമ്മദ് അഫന്തി ആയിരങ്ങളിൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിൽ 26-ാമത്തെ ആയത്ത് എത്തിയപ്പോൾ മുഹമ്മദ് അഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരങ്ങളും എടുക്കുന്നതിനും നൽകുന്നതിനും നീയാണെങ്കിൽ എൻ്റെ അധികാരം നീ ഒരു സെക്കൻഡ് എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടിയൊന്ന് പറഞ്ഞു, മഹാരാജാവേ, കൊട്ടാരം പൂമുട്ടത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലി ഓടിപ്പിക്കാൻ ശ്രമിച്ചു. പുലി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അവസാനം മുഹമ്മദ് അഫന്തി ഉടവാൾ വലിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി പുലിയുടെ തുറന്ന കാട്ടിലേക്ക് പോയി. പിറകെ മുഹമ്മദ് അഫന്തി കുതിരപ്പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലിക്കാട്ടിൽ അപ്രതീക്ഷനായി. ക്ഷീണം കാരണം മുഹമ്മദ് അഫന്തി പാറപ്പുറത്ത് കിടന്നുറങ്ങിപ്പോയി. അതേസമയം നമ്മുടെ സൂര്യയുടെ കൊട്ടാരത്തിലൊരു കള്ളം നടന്നു. സൂര്യയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളന് മോഷ്ടിച്ചിരുന്നു. ഇതുകൊണ്ട് രാജാവ് കോപിതനായി. ആരെവിടെ? 3 ദിവസം കള്ളനെ നമുക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു, പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്നവർ കാട്ടിലേക്ക് കാടുകയറി. പോകുന്ന വഴിക്ക് സാധനം കിടക്കുന്നത് കണ്ടു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ദേഹത്തെണ്ണയിച്ചൊരാൾ സുഖമായി ഉറങ്ങുന്നു. കള്ളനാണെന്ന് കരുതിയവർ മുഹമ്മദ് അഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തെത്തിച്ച് വിചാരണ ചെയ്തു. കൈ രണ്ടും വെട്ടിമാറ്റി വേദന കൊണ്ട് തടവറലിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മുഹമ്മദ് അഫന്തി. അതിൽ ആഗ്രഹിച്ചരായ സൂറ അദ്ദേഹത്തെ ഉസ്താദെ കിട്ടാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഖുർആൻ ക്ലാസ് ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലിമ്രാനിൽ 26-ാമത്തെ ആയത്ത് എത്തിയപ്പോൾ ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോൾ അത് മുഹമ്മദ് അഫന്തിന് മനസ്സിലായത്. ഒരു കള്ളനെ ഭർത്താവ് കിട്ടുന്നത് മനസ്സിലാക്കി സൂറ ഒരു പ്രാന്തിയെ പോലെ അഭിനയിക്കുകയും ഒപ്പം തൻ്റെ ഭർത്താവ് കിട്ടുന്നത് മനസ്സിലായപ്പോൾ വാശി പിടിക്കുകയും ചെയ്തു. തൻ്റെ മകളുടെ വിവാഹ ജീവിതം ആലോചിച്ച് രാജാവിനെ സമ്മതിച്ചു. അങ്ങനെ അത്ര പാപത്തിൻ്റെ വണ്ണം ആലോചിച്ച് മനം മുരുകി പക്ഷതാപിക്കടി മുഹമ്മദ് അഫന്തി. അങ്ങനെ മുഹമ്മദ് അഫന്തി ഉറങ്ങുമ്പോൾ അതാ മുത്തനബി സമയത്ത് വരുന്നു. മുത്തനബി ഉറങ്ങുമ്പോൾ മുത്തനബിയുടെ എല്ലാ കാര്യങ്ങളും മുഹമ്മദ് അഫന്തി പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകളും നീട്ടാൻ ആവശ്യപ്പെട്ടു. മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനം കേട്ടതും കൈകളുണ്ട് പഴയ സ്ഥിതിയായി. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ കൊട്ടാരമൊക്കെ വാർത്ത പരന്നു. ഇത് മുഹമ്മദ് അഫന്തിനെ മനസ്സിലാക്കി രാജാവ് അദ്ദേഹത്തിൻ്റെ കാലുകളോട് മാപ്പ് പറഞ്ഞു. രാജൻ എന്നോട് തെറ്റ് ചെയ്തത് അതും അറിയാതെ ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് തെറ്റ് ചെയ്തത്. അതിൻ്റെ ശിക്ഷയാണ് എനിക്കിപ്പോൾ ലഭിച്ചത്. കൂട്ടുകാർ ഇപ്പോൾ മനസ്സിലായില്ലേ? അള്ളാഹു ഉദ്ദേശിച്ച ഏത് കാര്യവും മാറി മറയും. ശുഭം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.